വീടുകളിലൊക്കെ ഇപ്പൊ മുസാഫ് ആവശ്യമില്ല എന്ന് കരുതിയിട്ട് കുറെ ആൾക്കാർ മുസാഫൊക്കെ കെട്ടുകെട്ടാക്കിയിട്ട് ആക്രിക്കടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദര, വീട്ടിലിരിക്കുന്ന കുട്ടികള്, വലിയ വലിയ ആൾക്കാർ മുമ്പ് പഠിച്ചുപോയ 1 ജുസ് 2 ജുസൊക്കെ മുസാഫ് വീട്ടിലുണ്ടോ? നല്ലോണം പെയിന്റ് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കണം. ഐഡന്റിറ്റി കാർഡ് മാത്രം ലാമിനേഷൻ ചെയ്താൽ പോരാ. അള്ളാഹുവിന്റെ ഖുർആൻ 1 ജുസ് ആണെങ്കിലും 2 ജുസ് ആണെങ്കിലും ഇന്നത് ഓതാൻ ആവശ്യമില്ല എന്ന് കരുതിയിട്ട് ആക്രിക്കടയെ കൊണ്ടുപോയി കൊടുക്കരുത്. കാഫിറായി ചത്തുപോകും. ശുദ്ധിയില്ലാത്ത ആൾക്കാരത് എടുത്ത് കൊടുക്കുന്നതിനാണെന്നറിയോ? ഒരു സുഹൃത്തിനോട് സങ്കടം പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഉസ്താദേ, കഴിഞ്ഞ ദിവസം എനിക്ക് ടൗണിൽ നിന്ന് പടക്കം വാങ്ങുന്ന ഒരാൾ പടക്കം വാങ്ങിയിട്ട് കാണിച്ചു തന്നു. ആ പടക്കം പൊതിഞ്ഞിരിക്കുന്ന ഖുർആനിന്റെ ഒരു പേജ് കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് കൊണ്ട് പടക്കം പൊതിഞ്ഞിരിക്കുക. നമ്മളെ ആൾക്കാർക്കുള്ള വിശ്വാസവും അമലും ഒക്കെ തകർന്നിട്ട് മൊബൈലിൽ കൈയിട്ട് തപ്പിയിട്ട് ഒക്കെ അതിൽ മദീന്ന് കരുതിയിട്ട് വീട്ടിലിരിക്കുന്ന മുസാഫ് മുഴുവനും കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നത്, ആക്രിക്കടയിൽ കൊടുക്കുന്നത് വലിയ തെറ്റാണ്. ആ മുസാഫിനോട് ചെയ്യുന്ന അപരാധമാണ്. ഈമാനിൽ നിന്ന് കുഫറിലേക്ക് പോകാൻ എളുപ്പ വഴിയാണത്. ചട്ടയില്ലാത്ത മുസാഫിന് ചട്ട വെച്ചു കൊടുക്കണം. നമ്മളെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതൊക്കെ എത്ര ലാമിനേഷൻ ചെയ്ത് സൂക്ഷിക്കുന്നു. പാസ്പോർട്ടിന് കവറിന്റെ മേലെ കവറ്, ഇനി ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാലോ എന്ന് നനയില്ല, അത്രയും ഭദ്ര. ആധാർ കാർഡും മറ്റൊക്കെ എത്ര കവറാ വെച്ചിരിക്കുന്നതിന് കണക്കില്ല. സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ കവർ വെച്ചത് കണ്ടാല് മണ്ണിലിട്ടാൽ പോലും മഷറിലേക്ക് വന്നാൽ പോലും ആ കവർ ബാക്കി ഉണ്ടാവും ദ്രവിക്കാതെ. പക്ഷേ നിന്റെ വീട്ടിലെ ഖുർആൻ അത് ഭംഗിയായി സൂക്ഷിക്കാൻ കഴിയുന്നത് ഈമാനാണ്. എന്റെ ശബ്ദം ക്ഷമിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, 1 ജുസ് 1 ഖുർആനിൽ നിന്ന് പറഞ്ഞു പോയോ എന്ന് കരുതിക്കോളൂ. അത് കൊണ്ടുപോയി വിൽക്കാൻ പാടില്ല. പുറത്തെവിടെയും കൊണ്ടുപോയി കത്തിക്കാൻ പാടില്ല. വേസ്റ്റ് എടുക്കുന്ന ആളുകൾ, പഴയ വസ്തുക്കൾ എടുക്കുന്ന ആളുകൾ വരുമ്പോ കൊടുക്കാവതല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ കലാമായ ഖുർആൻ ശുദ്ധിയില്ലാത്തവരെ കയ്യിലേക്ക് അത് കൊടുക്കാൻ പറ്റുമോ? അവർക്കത് തൊടാൻ പറ്റുമോ? ഹൈലുള്ള ഉമ്മമാരെ, നിങ്ങൾക്ക് തന്നെ ഖുർആൻ തൊടാൻ പറ്റൂലല്ലോ. നിഫാസുകാരികൾക്കത് തൊടാൻ പറ്റൂലല്ലോ, ഓതാൻ പറ്റൂലല്ലോ. എത്ര ബഹുമാനമാണ് അള്ളാഹുവിന്റെ കലാമിന്. അത് പുറത്തു കൊണ്ടുപോയി വിൽക്കാനോ? പാഴ്വസ്തുക്കളുടെ കൂട്ടത്തിൽ കൊടുക്കേണ്ടതാണോ ഖുർആൻ? നിങ്ങൾ ഹറമിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള മുസാഫ് വീട്ടിലുണ്ടെങ്കിലും പഴയത് ഒഴിവാക്കരുത്. ചട്ട വെച്ച് പെയിന്റ് ചെയ്തുകൊണ്ട് ഭംഗിയോടെ സൂക്ഷിക്കണം.